ചുറ്റും കൂടി നിന്നവർ പരിഹസിച്ചപ്പോഴും മകളുടെ ആഗ്രഹത്തിനൊപ്പം നിന്ന ഒരച്ഛനും അമ്മയും അവരാണ് സിൻസി ജോൺ എന്ന പെൺകുട്ടിയുടെ വിജയത്തിന് പിന്നിൽ. മകളുടെ സ്വപ്നത്തിന് ചിറകേകിയ അവരുടെ കൂടി കഥയാണ് സിൻസിക്ക് പറയാനുള്ളത്. ബോഡി ബിൽഡിംഗ്, അത്ലറ്റിക്സ്, പവർ ലിഫ്റ്റിംഗ് എന്നിവയിൽ മികവ് തെളിയിച്ച പെൺകുട്ടി. തിരുവനന്തപുരം സ്വദേശിയായ സിൻസിക്ക് തന്റെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ യാതൊന്നും തടസ്സമായില്ല. ഞാൻ കോളേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആദ്യം അത്ലറ്റിക്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ രാജീവൻ സാറിൻ്റെ അണ്ടറിലായിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷന് വേണ്ടി കോമ്പീറ്റ് ചെയ്തു. യൂണിവേഴ്സിറ്റി മെഡലിസ്റ്റാണ്. പ്രാചീന സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയാത്ത സമൂഹത്തിന് പൂർണ്ണമായും പവർ ലിഫ്റ്റിംഗും ബോഡി ബിൽഡിംഗും ഒക്കെ ചെയ്യുന്ന പെണ്ണിനെ ഇന്നും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൊതുവെ സ്ത്രീകൾ അധികം ഇറങ്ങാത്ത മേഖല ആയതുകൊണ്ട് എനിക്ക് ഇതിൽ സപ്പോർട്ട് ആദ്യ ഘട്ടങ്ങളിൽ വളരെ കുറവായിരുന്നു. പിന്നീട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തെളിയിച്ച് കാണിക്കുകയാണ് ചെയ്തത്. പുരുഷന്മാരെക്കാളും താരതമ്യേന കരുത്തില്ലാത്ത ശരീരം, അതാണ് ഇന്നും സമൂഹത്തിന് സ്ത്രീ. സിൻസി ഇല്ലാതെയാക്കുന്നത് അത്തരം സാമൂഹിക ചിന്തകളെ കൂടിയാണ്. അതിന് കുടുംബവും ഒപ്പമുള്ള പരിശീലകരും പാപ്പനംകോട്ടെ ചാൾസ് ഫിറ്റ്നസ് സെന്ററും ഉൾപ്പെടെ സിൻസിക്ക് നൽകുന്ന പിന്തുണ ചെറുതല്ല. എനിക്ക് കുഞ്ഞുനാൾ മുതലേ ബോഡി ബിൽഡിംഗ് ഒരു ആഗ്രഹമുണ്ടായിരുന്നതാണ്. ചെറുപ്പം മുതൽ എൻ്റെ പപ്പ അതിനുവേണ്ടി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത ഒരു ഇൻസ്പിറേഷൻ എൻ്റെ പപ്പയാണ്. ഇതാണ് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ചാമ്പ്യൻഷിപ്പ് ജേതാവ് സിൻസിക്ക് കരുത്ത് പകർന്ന ഇടം. ഫിറ്റ്നസ് സെന്റർ ഉടമയും ബോഡി ബിൽഡറുമായിരുന്ന അച്ഛൻ ജോൺ രാജിനെ കണ്ടു വളർന്ന മകൾ അതേ മേഖലയിൽ എത്തിപ്പെട്ടത് യാദൃച്ഛികമായല്ല. നമുക്കതിൽ വലിയ താല്പര്യം തന്നെയാണ്. അവള് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 3-4 വർഷം കൊണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി അഭിമാനം തന്നെയാണ്. ഇനി എത്രത്തോളം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത്രത്തോളം മുന്നോട്ട് പോകും. എല്ലാ പിന്തുണ ഉണ്ടാവും. തന്റെ സ്വപ്നം തന്നെയാണ് മകളുടേതുമെന്ന് മനസ്സിലാക്കിയ അച്ഛനും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇഷ്ടങ്ങൾ അടക്കി വെക്കേണ്ടി വന്ന അമ്മ സുജിതയുമാണ് മകളുടെ ഈ വിജയത്തിന് പിന്നിൽ. ഞാൻ സമൂഹത്തെയല്ല പേടിക്കുന്നത്. സ്ത്രീ ഏത് രംഗത്തിൽ ഇറങ്ങേണ്ടത് അവരൊരു കരുത്താണ്. അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെയും ഇറങ്ങാൻ ധൈര്യം. ആരെന്തൊരു വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും അവർക്ക് തോന്നും. പിന്നെ വീട്ടിൽ സപ്പോർട്ട്, അത് രണ്ടുപേരും അച്ഛനും അമ്മയും തുല്യമായിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു വിജയത്തിന് മുന്നോട്ട് പോകും. നമ്മൾ രണ്ടും സപ്പോർട്ടായത്, പ്രത്യേകിച്ച് ചേട്ടൻ, അതാണ് ഏറ്റവും പറയാനുള്ളത്. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും മകളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സ്വപ്നങ്ങൾക്ക് നിറമേകി ഒപ്പമുണ്ടാകുമെന്ന് ഈ അച്ഛനും അമ്മയും പറയുന്നതിനും അപ്പുറം ഒരു പിന്തുണയും ഒരു മകൾക്കും ലഭിക്കാനില്ല. സിൻസിയുടെ സന്തോഷത്തിന് കാരണം അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ഈ കുടുംബം തന്നെയാണ്. അങ്ങനെ ഓരോ പെൺമക്കളുടെയും വിജയത്തിനൊപ്പം നിൽക്കാൻ അവരുടെ രക്ഷിതാക്കൾക്ക് കഴിയട്ടെ എന്നുള്ളതാണ് ഈ സമയം പറയാനുള്ളത്. ക്യാമറമാൻ ഷാൻ ജേസിനും ശ്രീജുവിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.